നമസ്കാരം. ജയ് ശ്രീറാം എന്ന് കേട്ടാൽ നെറ്റി ചുളിക്കുന്നവരുടെ നാട്, രാമരാജ്യം എന്ന് കേട്ടാൽ പൊട്ടിച്ചിരിക്കുന്നവർ ചിലർ നമുക്കിടയിൽ തന്നെയുണ്ട്. യോഗ പോലും മതമായി കണ്ട് മാറ്റി നിർത്തുന്ന ഇത്തരക്കാർക്ക് രാമജന്മഭൂമിയിൽ വരുന്ന രാമക്ഷേത്രം പോലും ആവശ്യമില്ലാത്തതാണെന്ന പക്ഷമാണ്. കാവ്യ കാണുമ്പോൾ ഹാലിളകുന്ന, ജയ് ശ്രീറാമും യോഗയും വേദവുമെല്ലാം ഹറാമാകുന്ന തീവ്ര വർഗീയവാദികളുടെ പ്രീതിക്കും വോട്ടിനും വേണ്ടി ഒരു ശ്രേഷ്ഠമായ ധർമ്മത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവർ ലക്ഷദ്വീപിലെ തെങ്ങിൽ ഓറഞ്ച് നിറമുള്ള മരുന്നടിച്ചതുപോലും കാവ്യവൽക്കരണമെന്ന് കൂകിക്കരഞ്ഞവർക്ക് മുമ്പിൽ ഒരു വാർത്ത നൽകാം. അതിങ്ങനെയാണ്: ശ്രീരാമന്റെ പേരിൽ കറൻസി, ഔദ്യോഗിക ഭാഷയായി സംസ്കൃതം. എവിടെയെന്നല്ലേ? ഇവിടെയല്ല, അമേരിക്കയിൽ. അമേരിക്കയിലെ കാര്യങ്ങൾ ഇവിടെ എന്തിനു പറയണമെന്ന് ചിന്തിച്ചാൽ അതിന് മറുപടി അവിടെ നടന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് ഇവിടെ നടന്നുകൂടാ എന്ന് തന്നെയാണ്. ഭാരതീയ സനാതന മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് വേദങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു നഗരമുണ്ട് അമേരിക്കയിൽ. മഹർഷി വേദിക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നഗരത്തിന് സ്വന്തമായ ഔദ്യോഗിക ഭാഷ പോലുമുണ്ട്. പുരാതന വാസ്തുവിദ്യയുടെ രൂപകൽപ്പനയാണ് ഈ വേദനഗരത്തിൽ കാണാനാവുക. 2022 മുതൽ ഇവിടെ ജൈവേതര ഭക്ഷണം വിൽക്കുന്നത് നിരോധിച്ചു. സംസ്കൃതമാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ. ശ്രീരാമന്റെ ചിത്രം ആലേഖനം ചെയ്ത റാം ആണ് ഇവിടുത്തെ കറൻസിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോക സമാധാനത്തിന്റെ ആഗോള രാജ്യം GSWPUSA ആസ്ഥാനമാക്കിയുള്ള ഒരു ലാഭേച്ഛയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവരാണ് ഈ കറൻസിക്ക് പിന്നിൽ. വേൾഡ് പീസ് ബോർഡ് എന്നാണ് ഈ കറൻസി പൊതുവെ അറിയപ്പെടുന്നത്. ഇത് ലോക സമാധാനം ശക്തിപ്പെടുത്തുമെന്നും സമ്പദ് വ്യവസ്ഥയെ സന്തുലിതമാക്കുമെന്നും ദാരിദ്ര്യത്തിനെതിരെ പോരാടുമെന്നുമാണ് വിശ്വാസം. യൂറോപ്പിൽ ഇത് 10 യൂറോയ്ക്ക് സമമാണ്. US ഇത് $10 മാറുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീർത്തും ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ജീവിത രീതിയാണ് ഇവിടെ നയിക്കുന്നത്. ദിവസവും 2 നേരം യോഗാഭ്യാസവും ഇവിടെ നിർബന്ധമാണ്.